നമ്മുടെ കിടാവ് ഇവിടെ ഉണ്ട്. രാവിലെ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി. വേറൊരു കിടാവ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും സ്ഥലവും കൂടെ ഉള്ളു ഇനി. അപ്പൊ വേറൊരു കിടാവ് കൂടെ ഉള്ളതുകൊണ്ട് രാവിലെ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഉണ്ട്. അയാൾക്ക് കിടക്കാൻ കച്ചിയൊക്കെ ഇട്ട് കൊടുത്തു. കച്ചിയിൽ കിടന്നോളൂ. ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ് ഈ കിടാക്കൾക്ക് അത്യാവശ്യം. അല്ലെങ്കിലാണ് ഈ പൂക്കൾക്കൊടി വഴി ഇൻഫെക്ഷനും മുട്ട് നീരും ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പ്ലേസ് റെഡിയാക്കി വേണം ചെയ്യാൻ. ആദ്യം ഇത്രേ ഉള്ളായിരുന്നു തൊഴുത്ത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇതിന്റെ തിണ്ണയ്ക്ക് പുല്ലൂട്ടിലൊക്കെ കിടത്തിയിട്ടുണ്ട് ആദ്യത്തെ പശുവിന്റെ കിടാക്കളെയൊക്കെ. ആ കിടാക്കളൊക്കെ മുട്ടുനീര് വന്നൊക്കെ ചത്തുപോവുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പശുവിന്റെ എണ്ണം കൂടിയപ്പോഴും തൊഴുത്ത് അങ്ങോട്ട് നീട്ടി എടുത്തു. അതിനുശേഷം പ്രാവശ്യം ഒരു നല്ല പശുക്കുട്ടി ഉണ്ടായി. പക്ഷെ അവളെ കെട്ടാൻ സ്ഥലമില്ല. ലാസ്റ്റ് അതിനെ കൊടുത്ത് ഒഴിവാക്കേണ്ടി വന്നു. ഭയങ്കര വിഷമമായി അതിനെ കൊടുത്തപ്പോ. അങ്ങനെ ആ വിഷമം കൊണ്ടാണ് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടാക്കിയത്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു 4 or 5 കിടാവിനെ കെട്ടാൻ പറ്റും. ആ രീതിയിൽ കിടാക്കളെ മാത്രം കേട്ടോ. വലുതാവുമ്പോൾ വീണ്ടും തൊഴുത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വന്നു. അതിനുശേഷം നമുക്ക് വലിയ പശുക്കിടാക്കളായിട്ടില്ല. ഒന്ന് അകത്ത് നിൽക്കുന്ന ആളും ഒന്ന് ആ പുറത്ത് കിടക്കുന്ന ആളും 2 പേരേ ഉള്ളൂ വന്നിട്ടുള്ളൂ. പിന്നെ പശുക്കിടാവായിട്ട് ഇതിപ്പോ മൂരിക്കിടാവാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനെ കൊടുക്കും. നമുക്ക് നിർത്തിക്കൊണ്ട് വയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല, നമുക്ക് സാഹചര്യം ഇല്ല. നമുക്ക് ഈ ചെറിയ സ്ഥലമേ ഉള്ളൂ. അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ മൂരിക്കിടാവിനെ കൊടുക്കും. നമ്മള് പശുവിനെ കറക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയോ? നമ്മുടെ പശുക്കൾക്കൊന്നും കിടാവിനെ വിട്ടു കൊടുക്കാറില്ല. കിടാവിനെ വിട്ടു കൊടുക്കാതെ നമ്മൾ കറക്കുകയാണ്. കറന്നിട്ട് ബോട്ടിൽ പാലാക്കി കുട്ടികൾക്ക് ആവശ്യമുള്ള പാല് കുടിപ്പിക്കും. അതിന് പശുക്കിടാവായാലും മൂരിക്കിടാവായാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഈ കിടാവില്ലെങ്കിൽ ചൊരത്തുമോ എന്നൊക്കെ സംശയം ചോദിക്കുന്നവരുണ്ട്. പക്ഷെ കിടാവില്ലെങ്കിലും പശു ചൊരത്തും. പശുവിന് അറ്റാച്ച്മെന്റ് നമ്മളുമായിട്ട് ഉണ്ടാവണം. നമ്മളുമായിട്ട് പശുവിന് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ കിടാവിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വന്ന് അകിട് എഴുകുമ്പോഴേ പശു ചൊരത്തി തരും. നിലവിൽ ഇന്നിനി ആ പശുവിനെ കറക്കാനുണ്ട്. അതുകൂടെ നമുക്ക് കാണാം. നമ്മുടെ പശു ഇത്രയും പ്രായമുള്ള പശു ആയതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഒരു 2-3 ദിവസം അകിട് തീർത്ത് കറക്കാറില്ല. അപ്പൊ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ 2-3 ദിവസം ആവശ്യത്തിന് കുട്ടിക്ക് കുടിക്കാനുള്ള കൊളസ്ട്രോൾ ആയാലും പാലായാലും ഒക്കെ കൊളസ്ട്രോൾ ആദ്യത്തെ 2-3 ദിവസം കൊളസ്ട്രോൾ മേലാണല്ലോ വരുന്നത്. അപ്പൊ ഈ കൊളസ്ട്രോൾ നമ്മൾ കറന്നെടുക്കുന്നത് കുട്ടിക്ക് കുടിക്കാനുള്ള ആവശ്യത്തിനുള്ളതേ കറന്നെടുക്കാറുള്ളൂ. അതിനുശേഷം അയഡിൻ സൊല്യൂഷൻ മുക്കി കാമ്പ് ക്ലിയർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഒരു 3-4 ദിവസമൊക്കെ ആവുമ്പോഴേ തീർത്ത് കറക്കാറ്. ഒരു 3 ദിവസമൊക്കെ ആകുമ്പോൾ തീർത്ത് കറന്നെടുത്ത് തുടങ്ങും. അപ്പോൾ അത്രയും സ്ട്രെസ്സിനിടയ്ക്ക് മുഴുവൻ പാലൂടെ പിഴിഞ്ഞെടുത്തിട്ട് കാൽസ്യം കുറഞ്ഞു പോവോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേറെ ദോഷങ്ങളൊന്നും വരാറില്ല. പിന്നെ പശുവിന് അകിടുനീരോ വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറന്നു മാറ്റുന്നതായിരിക്കും നല്ലത്. നോർമൽ കണ്ടീഷനിൽ നമ്മൾ പ്രായമുള്ള പശുക്കളെയൊക്കെ പ്രസവിച്ചു വരുമ്പോൾ കറക്കാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഈ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഞാനത്ര പ്രൊഫഷണൽ കറവക്കാരനൊന്നുമല്ല. 2 കാമ്പും പിടിച്ച് അധിക നേരം കറന്നെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇതുവരെ പരിചയം ആയില്ല. അത് കയ്യൊക്കെ കിഴക്കുകയോ വേന എടുക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ആദ്യം വന്ന പശു ഇതായിരുന്നു. അപ്പൊ ഈ പശുവിനെ വാങ്ങുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ, നമുക്ക് പശുവിനെ വേണ്ട ഒരു സാഹചര്യം അല്ലായിരുന്നു. നമ്മൾ പശുവിനെ ഒന്നും വളർത്തുന്നില്ല എന്നൊക്കെ വിചാരിച്ചുള്ള പശുവിനെയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പശുവിന്റെ ഈ ടൈപ്പ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കളറ് കണ്ടിട്ടാണ് ഈ പശുവിനെ വാങ്ങാൻ പോകുന്നതും പശുവിനെ വാങ്ങിക്കാം എന്നൊരു തീരുമാനത്തിലെത്തുന്നത്. ഈ പശുവിനെ കണ്ടപ്പോൾ ഒറ്റയടിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇവിടെ കൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്ക് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നു. അപ്പോൾ പശുക്കളെ എല്ലാം കൊടുത്തപ്പോഴും ഇവളെ കൊടുത്തില്ല. വീണ്ടും വാങ്ങിയപ്പോൾ ഇവളുടെ കൂട്ടത്തിൽ അടുത്ത ആളെ വാങ്ങി എണ്ണം വീണ്ടും കൂട്ടിയെടുക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഞാനൊരു 3 തവണയോളം പശുവിന്റെ പരിപാടി ബ്രേക്ക് ചെയ്ത ആളാണ്. നോർമലി ഫീൽഡ് വിട്ടു പോകുന്ന ആളുകളൊന്നും തിരിച്ചു വരാറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഒന്നുമല്ല. നമുക്ക് ഇതിനോട് ഭയങ്കര ഒരു താല്പര്യമാണ്. പശു എന്ന് പറഞ്ഞാൽ
അപ്പൊ അതാണ് ഈ ഫീൽഡിൽ ഇങ്ങനെ നമ്മളെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നിങ്ങളൊക്കെ ഇത്ര ഒരു പശുവിനെ കറക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ പകുതി സമയം കൊണ്ട് നിങ്ങൾക്ക് കറന്നെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൈക്കറവ് അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ല. എന്നാലും പിന്നെ നമ്മളത് പറ്റുന്ന പോലെയൊക്കെ കറന്നെടുക്കാറ്. നമുക്ക് 16 ലിറ്റർ പാലുള്ള പശുവിനെയും 17 ലിറ്റർ പാലുള്ള പശുവിനെയൊക്കെ നമുക്ക് ഇവിടെ തൊഴുത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിനെയൊക്കെ നമുക്ക് ആ സമയത്ത് കൈക്ക് കറന്നെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയ അഗ്നിനീര പ്രശ്നങ്ങളൊന്നും വരാതെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ധൈര്യമാണ് ഇപ്പോഴും. പിന്നെ മിഷൻ ഉണ്ട്. ഈ പശുവിനെ കുറച്ച് ദിവസത്തേന് ഇനി മിഷൻ വെക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പൊ അകിടിറക്കി നിൽക്കുന്നത് കൊണ്ട് ഈ മിഷനോടെ വെക്കുമ്പോൾ മിഷൻ തറയിൽ കിടന്നു തറയിൽ ഇങ്ങനെ നൂത്ത് നിർത്താൻ പറ്റില്ല മിഷൻ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസത്തേനെ കൈക്ക് കറന്നിട്ട് പിന്നെ പതിയെ മിഷൻ വെച്ച് ഉടങ്ങുള്ളൂ. ചെറുതായിട്ട് പാല് തെളിഞ്ഞു വരുന്നുണ്ട്. ആ കൊളസ്ട്രോളത്തിന്റെ മഞ്ഞയൊക്കെ മാറി. ആദ്യത്തെ ദിവസം നല്ല കട്ടി മഞ്ഞ കളർ തന്നെ ആയിരുന്നു. ഇപ്പൊ എന്നാ ആ വലിയ കട്ടി കളറൊക്കെ മാറി അത്യാവശ്യം പാല് തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോ നമ്മൾ ചെയ്യുന്ന രീതിയൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ കാണും. കിടാവിനെ പശുവിന്റെ അടുത്ത് തന്നെ വിട്ടു കുടിപ്പിക്കണം, അല്ലെങ്കിൽ കിടാവിനെ കൊടുത്തു കളയരുത് എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും ഓരോരുത്തരുടെയും ചിന്താഗതികളും ഒക്കെയാണ്. പക്ഷെ നമുക്ക് നല്ലതായിട്ട് നല്ല രീതിയായിട്ട് തോന്നിയത് ഇതാണ്. പൊതുവെ ചെറിയൊരു തൊഴുത്താണ്. അപ്പോ കുട്ടി ഉണ്ടെങ്കിൽ ഓരോ തവണയും കുട്ടിയെ വിട്ടു കുടിപ്പിച്ച് ചുരത്തി കറന്നെടുക്കുമ്പോഴത്തേനും ഒന്നാമത്തേത് പ്രധാന കാര്യം കുട്ടിയെ പാല് കുടിപ്പിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. പ്രധാന കാര്യം നമ്മുടെ സമയം ഒരുപാട് അതിനുവേണ്ടി പോകും. അപ്പൊ ഇതിനിടയ്ക്ക് മറ്റു പശുക്കൾ ചവിട്ടാതെ കുട്ടി അവിടെ കൊണ്ടെത്തിക്കണം. കുട്ടികളാണെങ്കിൽ പൊതുവെ ഒരു പശുവിന്റെ പാല് മാത്രമല്ല, ചിലപ്പോൾ മാറിയൊക്കെ കുടിച്ചെന്നിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. അതൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പം. കുറച്ചുകൂടി വലിയ തൊഴുത്താണെങ്കിൽ ചിലപ്പോൾ ഞാനും നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊക്കെ ചിന്തിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് ഇതാണ് കുറച്ചുകൂടി എളുപ്പം. ഞാനൊക്കെ ആദ്യം ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുമ്പോ കണ്ണ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എല്ലാരും വഴക്ക് പറയുമായിരുന്നു. വീഡിയോ ഒന്നും ഇടരുത്, പുറത്ത് കാണിക്കരുത്. നമുക്ക് അനുഭവിക്കാനുള്ളതാണെങ്കിൽ നമുക്കത് വന്നിരിക്കും. അത് നല്ലതായാലും ചീത്തയായാലും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യം തൊട്ടേ നമ്മുടെ പേജ് മോണിറ്റൈസ് ആവുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോകളെല്ലാം ഞാൻ ഇടുമായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കാം. അപ്പോ എനിക്കതൊരു സന്തോഷമാണ്. കാര്യം കുറെ പേരൂടെ നമ്മുടെ പെറ്റ്സിനെയൊക്കെ കാണുന്നതും നമ്മുടെ പശുവിനെ കാണുന്നതും നമ്മൾ പുതിയൊരു സംഭവം തുടങ്ങുമ്പോൾ അല്ലെ എന്തിനേലും വാങ്ങുമ്പോൾ അതൊക്കെ ഷെയർ ചെയ്യുന്നതും ഒക്കെ എനിക്ക് ആദ്യം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നേരത്തെ വേറൊരു പേജ് ഉണ്ടായിരുന്നു. ആ പേജ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷമാണ് നമ്മൾ ഈ പേജ് തുടങ്ങിയത്. എന്നാലും ഈ പേജിൽ നമുക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ, നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ, നമ്മൾ എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുമായിട്ട് ഇങ്ങനെയൊക്കെ സമയം ചെലവഴിക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. രാവിലത്തെ നമ്മുടെ ബാക്കി പശുക്കളുടെ എല്ലാം കറവ കഴിഞ്ഞ് പാലൊക്കെ കൊടുത്തു. ഇവളെ ഇച്ചിരി താമസിച്ചു പോയി ഇന്ന് കറക്കാൻ ഇച്ചിരി താമസിച്ചു പോയി. കാര്യം താമസിച്ചത് നിങ്ങൾ തന്നെയാണ് കാരണം. ഒരു നല്ല വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇച്ചിരി സമയം എടുത്ത് കറന്നത്. അതുകൊണ്ടാണ് ബാക്കി പരിപാടികളെല്ലാം തീർത്തിട്ട് ഇന്ന് കയറിയത്. അല്ലെങ്കിൽ ബാക്കി പശുക്കളെ കറന്ന് പാലെടുക്കുമ്പോഴത്തേന് ഇതിനെയും കൂടെ കറന്ന് പാല് കുട്ടിക്ക് കൊടുത്തിട്ടേ പോവുള്ളൂ. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു നമ്മുടെ പശു പ്രസവിച്ചത്. അപ്പൊ നമുക്ക് ശനി, ഞായർ, തിങ്കൾ, ഇന്നിപ്പോ 3ാമത്തെ ദിവസമാണ്. പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 7 ലിറ്റർ പാലിന് ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പ്രസവത്തിന്റെ വീഡിയോ ഇട്ടപ്പം നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് പരിചയമുള്ള പേജ് ഫോളോ ചെയ്യുന്നവരും അല്ലാത്തവരും ഒക്കെ പറഞ്ഞിങ്ങനെ അകടൊന്നും വീഡിയോയിലൊന്നും കാണിക്കരുത്, പ്രശ്നമാവും. നമുക്ക് അങ്ങനെയൊന്നും വിശ്വാസമില്ല കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ട് കിട്ടുന്നതൊക്കെ മതി നമുക്ക്. ഞാൻ ചിന്തിക്കുന്നത് വളർത്താൻ ആഗ്രഹം ഉണ്ടായിട്ടും പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളും കൂടി ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷമാവുന്നത്. ഇപ്പൊ നമ്മൾ അയഡിൻ സൊല്യൂഷനും കൂടി 4 കാമ്പിലും മുക്കി വിടുകയാണ്. വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അത്
സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത്. കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഇനി ചെന്ന് നോക്കുമ്പോ അറിയാം ഇതെല്ലാം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഈ പാലും കുപ്പി എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായി വാങ്ങിച്ചിട്ട്. ഇതിന്റെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ പുതിയൊരു ബോട്ടിൽ വാങ്ങിക്കണം. ഇനി ഒരു പുതിയ ബോട്ടിൽ വാങ്ങിയിട്ട് വേണം അടുത്ത പ്രസവം എടുക്കാൻ. ആദ്യത്തെ ദിവസം നല്ല മഞ്ഞ നിറമായിരുന്നു. പക്ഷെ ഇപ്പൊ മഞ്ഞ നിറമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. പാല് തെളിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ 10-12 ദിവസമായിട്ട് പാല് കൊടുത്തു തുടങ്ങും. പാല് കാച്ചി നോക്കി പിരിയുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി മാത്രമേ കൊടുക്കുള്ളൂ. കാര്യം നമുക്ക് വീട്ടിൽ വന്ന് പാല് വാങ്ങുന്നവരാണ് കൂടുതലും ആളുകൾ. അപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. കുട്ടിക്ക് കൊടുത്തേക്കാം. ബാ 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 ബാ. ബാ. നടു വേന എടുക്കുന്നു. കുടിച്ചോ പാല് കുടിച്ചോ. കുട്ടന്റെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാ ബാ ബാ. ഇവിടെ 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 ഇവിടെ. അയ്യോ കുനിഞ്ഞു നിന്നിട്ടേ നടുവേന എടുക്കുന്നു. ഇന്നാണ് കേട്ടോ ഇത്രയും പാല് കുടിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഒന്നും പാല് കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. സാധാരണ ഗതിയിൽ മൂരിക്കുട്ടികളൊക്കെ ആണ് പടപടാന്ന് പാല് കുടിക്കുന്നത്. ഇയാൾക്ക് ഇത്തിരി മടിയുണ്ടായിരുന്നു. ഇന്നായപ്പോഴത്തേനോ ഉഷാറായി. ഇന്നലെയും നല്ല പാടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പാല് കുടിപ്പിച്ചത്.